സംസ്ഥാനത്തെ റേഷൻ വിതരണം അവതാളത്തിലായതിനെതിരെ യൂത്ത് കോൺഗ്രസ് തത്തമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരിച്ചാക്ക് ചുമന്നുകൊണ്ട് റേഷൻ കടയിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. ഗോഡൌണിൽ നിന്ന് റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്തിക്കുന്ന വിതരണക്കാർക്ക് 51 കോടി രൂപയോളം കുടിശ്ശികയുള്ളതിനാൽ സമരത്തിലായത് മൂലമാണ് പ്രതിസന്ധി നിലവിലുള്ളത്. സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ അറിയിച്ചു. DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് 65,000 കോടി രൂപയാണ് പല ഇനങ്ങളിലായി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തു തീർക്കാനുള്ളത്. അതുപോലെ എന്തിനേറെ പറയുന്നു, ഉച്ചഭക്ഷണം കൊടുക്കുന്ന സ്കൂളുകളിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നവർക്ക് പോലും അവിടെ അവരുടെ കൂലി പോലും കൊടുക്കാൻ കഴിയാതെ ഇവിടെ നാട്ടിലെ പട്ടിണിയാക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ നിലവിലുള്ളത്. ഏതായാലും ഇവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ 10 ദിവസമായി CPMന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു മഹാമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനപങ്കാളിത്തമുണ്ടോ ഇല്ലയോ, പക്ഷേ പണത്തിൻ്റെ കൊഴുപ്പ് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇവിടെ ചെലവാക്കിയ പണമുണ്ടായിരുന്നെങ്കിൽ പാലക്കാട് ജില്ലയിൽ ഈ പൊതുവിതരണശാലകളിലെ പ്രതിസന്ധി തീർക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു മാസം ഇവിടെ ഒരു കുഴപ്പവുമില്ലാതെ റേഷൻ കടകളിൽ സാധനം എത്തിക്കാൻ ഇവിടെ ജില്ലാ സമ്മേളനത്തിൻ്റെ പേരിൽ CPM സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് പിരിച്ച പണമുണ്ടെങ്കിൽ മാത്രം മതി ഇവിടെ ഒരു മാസം ഒരു കുഴപ്പവുമില്ലാതെ പാവപ്പെട്ട ആളുകൾക്ക് റേഷൻ കടയിൽ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ CPM തിരിച്ചറിയണ കാലം വരും. ജനം ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം CPM പാർട്ടി മനസ്സിലാക്കണം, ഇവിടുത്തെ ഭരണകർത്താക്കൾ മനസ്സിലാവണം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാഹുൽ കൃഷ്ണ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി A. ഷഫീഖ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് K. സാജൻ, സെക്രട്ടറിമാരായ അജിത് കുമാർ, V. അക്ഷയ്, അബ്ദുൾ റഷീഖ്, R. നിഷാദ്, R. പ്രസാദ്, S. സുരേഷ്, J. അബ്ദുള്ള, മറ്റംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു.